രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ബജറ്റിലൂടെയെങ്കിലും യാഥാർത്ഥ്യമാകുമോ എന്ന ഉറ്റുനോക്കുകയാണ് റബ്ബർ കർഷകർ. UDF അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അധികാരത്തിൽ വന്നിട്ടും റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല, നയപ്രഖ്യാപനത്തിൽ ഇതിനെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. കോട്ടയത്തെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലായിരുന്നു UDF അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില ഏർപ്പെടുത്തുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. പടിപടിയായത് 300 വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ കർഷകർക്ക് വാഗ്ദാനം നൽകി. Why are rubber farmers suffering, other farmers suffering in Kerala? Then why are rubber farmers suffering the way they are doing? Why are they not getting 250 rupees a kilo of rubber? Why has the LDF not maintained the promise they made 10 years ago? ആദ്യ മന്ത്രിസഭാ യോഗത്തിലും പിന്നീട് നടന്ന മന്ത്രിസഭാ യോഗത്തിലും റബ്ബർ കർഷകർക്കായി ഒന്നുമുണ്ടായില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിലും റബ്ബറിനെ കുറിച്ച് പരാമർശിച്ചില്ല. ഈ ഘട്ടത്തിലാണ് റബ്ബർ കർഷകർ ബജറ്റിനെ പ്രതീക്ഷയോടെ കാണുന്നത്. ബജറ്റിൽ റബ്ബറിന് താങ്ങുവില 250 രൂപയായി പ്രഖ്യാപിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് റബ്ബർ കർഷകർ. കൈരളി ന്യൂസ്, കോട്ടയം.